ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് പുതിയൊരു ഷോറൂമിൻ്റെ ഇനാഗ്രേഷനായിട്ട് വന്നതാണ്. ടോക്ക് മോട്ടോഴ്സിൻ്റെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള കട്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് ബൈക്കിൻ്റെ ലോഞ്ചിന് വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ കുറച്ചായിട്ട് കുറേ സീരീസ് ഓഫ് വീഡിയോസ് ഇലക്ട്രിക് ബൈക്സിൻ്റെ സ്കൂട്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയപ്പോഴത്തേക്കും ഇലക്ട്രിക് ബൈക്സ് നോക്കുമ്പോൾ ബ്രാൻഡ്സ് നോക്കുമ്പോഴത്തേക്കും വളരെ കുറവാണ്. അപ്പോൾ അതിലേക്ക് വന്നിട്ടുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള നൈസായിട്ടുള്ളൊരു ബൈക്കാണിത് കേട്ടോ. അപ്പോൾ ഒരു സർട്ടിഫൈഡ് റേഞ്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എക്കോ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ 150 ഒക്കെ റേഞ്ച് കിട്ടുന്നുണ്ട്. സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നത് 180 ഒക്കെയാണ്. അപ്പോൾ ഈ മോഡ്സും കാര്യങ്ങളിലേക്കൊക്കെ വരാം. അപ്പോൾ ഈ ഒരു ടോക്ക് മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ഷോറൂമാണ് ട്രിവാൻഡ്രത്ത് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ 44ാമത് ഷോറൂമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബൈക്കിനെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു കട്ടോസ് ആറിൻ്റെ ഓവറോൾ ഡിസൈന് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? ഒരു ഹാൻഡ്ലിംഗ് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ വൈസും അല്ലെങ്കിൽ റൈഡിങ് കംഫർട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ നൈസായിട്ടുള്ളൊരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ ഒരു ടോക്ക് മോട്ടോഴ്സിൻ്റെ ഇന്ത്യയിലെ പ്ലാന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പൂനെയിലാണ് കേട്ടോ. പൂനെയിലാണ് മാനുഫാക്ചറിങ്ങും കാര്യങ്ങളെല്ലാം ഹെഡ് ഓഫീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു ബൈക്ക് ലോഞ്ച് ചെയ്തത് 2022 അപ്പോൾ ടോട്ടലി പറയുമ്പോഴത്തേക്കും പ്യുവറായിട്ട് ഒരു ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഒരു 96% ഈ ഒരു ബൈക്ക് മാനുഫാക്ചറിങ് എല്ലാം ഇന്ത്യയിൽ തന്നെയാണ്. ഒരു 4% വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ബാറ്ററിയുടെ സെൽസ് കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇതിൻ്റെ ഷാസി ഡിസൈന്, പിന്നെ ഇതിൻ്റെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഇപ്പോൾ ബ്രാൻഡ്സ് വരുമ്പോഴത്തേക്കും ഉള്ളൊരു ക്വാളിറ്റി വൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ബൈക്കിൻ്റെ റൈഡ് ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു സൈഡ് പാനലൊക്കെ ആണെങ്കിലും ഈ ഒരു സൈഡ് ഇപ്പോൾ ഈ ഒരു ക്വാളിറ്റി, അതേപോലെ തന്നെ ഈ ഒരു ക്വാളിറ്റി വരുമ്പോഴത്തേക്കും എല്ലാം വളരെ നീറ്റായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. അതേപോലെ ഓടിച്ച് നോക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതേപോലെ ഓടിച്ച് ഹാൻഡ്ലിംഗ് വൈസ് ആണെങ്കിലും ഇപ്പോൾ സസ്പെൻഷൻ സൈഡ് നോക്കിയാൽ തന്നെ കൂളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ മോഡ്സിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. മോഡ്സ് വരുമ്പോഴത്തേക്കും 4 മോഡ്സിലാണ് ഈ ഒരു ബൈക്ക് ഉള്ളത്. എക്കോ പ്ലസ്, എക്കോ, സിറ്റി, സ്പോർട്സ്, അങ്ങനെ 4 മോഡ്സ് ഉണ്ട്. എക്കോ പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു 150 പ്ലസിലേക്ക് വരുന്നുണ്ട്. അതേപോലെ ഒരു എക്കോ മോഡൽ വരുമ്പോൾ 120, അതേപോലെ സിറ്റി വരുമ്പോഴത്തേക്കും 100, സ്പോർട്സ് മോഡ് വരുമ്പോൾ 80, അങ്ങനെ 4 മോഡ്സ് ഉണ്ട്. മോഡ്സ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ റൈറ്റ് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നും സെറ്റ് ചെയ്ത് ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ മോഡ്സ് ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഫോർ സേഫ്റ്റിക്കാവാം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്പോർട്സ് മോഡ് ആണെങ്കിൽ അതിലൊന്ന് ഈ ഒരു ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്പോർട്സ് മോഡിലേക്ക് ആകത്തുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർജിങ് ടൈം കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ചാർജിങ് വരുന്നത് വെച്ചാൽ 0 to 100% ഫുൾ ചാർജ് ആവാൻ വേണ്ടി 6 to 7 hours എടുക്കുന്നത്. അതേപോലെ 20 to 80% ആവാൻ വേണ്ടി 4 hours എടുക്കുന്നത്. പിന്നെ വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പം ടോക്ക് മോട്ടോഴ്സിൻ്റെ ഷോറൂംസിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഇപ്പോൾ ചാർജിങ് സ്റ്റേഷൻസ്, ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരുവാണ്. അപ്പോൾ എന്തായാലും ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ബാറ്ററി പാക്ക് ഉണ്ടോ? ബാറ്ററി പാക്ക് വളരെ ക്വാളിറ്റിയിലുള്ള ഒരു കേസിങ്ങോട് കൂടിയിട്ടുള്ളൊരു ബാറ്ററി പാക്കാണ്. ഇതിപ്പം കവറാണ് കാണുന്നത്. വളരെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഇവരിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുമാത്രമല്ല എയർ കൂളിംഗ് സിസ്റ്റം ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ട് ബാറ്ററി ഇപ്പം ഹീറ്റായാൽ തന്നെ ഇതിനുള്ളിൽ ഹീറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഒരു എയർ കൂളിംഗ് സെറ്റപ്പ് തന്നെ ഇതിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ബൈക്കിനെ സംബന്ധിച്ച് ഒരു അട്രാക്റ്റീവ് പാർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡിസൈനിങ് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്പോട്ടി ഫീലുള്ള ഡിസൈനാണ്. ക്വാളിറ്റി വൈസും നല്ലതാണ്. കട്ടോസ് ആർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ലോഗോ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടോ, നൈസായിട്ടില്ലേ? ഇതിൽ ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. 5 കളേഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗങ്ങൾ താഴത്തേക്ക് കുറച്ച് ഇറങ്ങി നിൽക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണോ എന്നൊരു ഫീൽ വരും. പക്ഷേ അങ്ങനെയല്ല, ഇതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. ഒരു 165 mm ഒക്കെയാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 4 kWh ബാറ്ററി പാക്കാണ് കേട്ടോ. അതേപോലെ തന്നെ 21700 പ്രീമിയം സെൽസുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സെൽസിൽ തന്നെ നോക്കുമ്പോഴത്തേക്കും പ്രീമിയം സെൽസാണത്, സ്റ്റാൻഡേർഡാണത്. അതേപോലെ ഡ്രൈവ് സിസ്റ്റം നോക്കുമ്പോഴത്തേക്കും ചെയിൻ ഡ്രൈവ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മോട്ടോർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും മോട്ടർ പ്ലേസ് ചെയ്തിട്ടുള്ളത് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അപ്പോൾ ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിൽ ഫ്ലെക്സ് മോട്ടറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലെ ഈ ഒരു ആക്സിൽ ഫ്ലെക്സ് മോട്ടറിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ്, അതായത് കുറച്ച് ബെനിഫിറ്റ് കിട്ടുന്നൊരു മോട്ടറാണ്. അത് ഞാൻ ഷെയർ ചെയ്യാം. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ 9 kilowatts ആണ് ഇതിൻ്റെ പവർ, കിട്ടുന്നൊരു പവർ. ഇന്ത്യയിലെ 2 വീലേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അതിലൊന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഒരു മോട്ടറാണിത്. 96% എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മോട്ടറാണ്. ലെസ് വെയിറ്റ് ആണ്, കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രീമിയം സെഗ്മെൻറ്റ് ഇലക്ട്രിക് കാർസിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് ആക്സിൽ ഫ്ലെക്സ് മോട്ടറാണ് ഇതിലുള്ളത്. ലൈഫ് കൂടുതലുമാണ്, മെയിൻ്റനൻസ് കുറവാണ്. അതായത് പവർ ഡെലിവറി ഗുഡാണ്. അതേപോലെ തന്നെ ഇപ്പോൾ മാക്സിമം ടോർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 38 Nm ആണ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റൊട്ടേഷൻ്റെ കേസിലും അതേപോലെ തന്നെ എഫിഷ്യൻസിയുടെ കാര്യത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ നല്ലൊരു
പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതിൽ പ്രത്യേകിച്ച് സ്പോർട്സ് മോഡ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് സ്പോർട്സും സിറ്റിയാണ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. എക്കോ ഒരു ന്യൂട്രലായിട്ട് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ 2 പേരെ വെച്ചിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അത്ര വലിയ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ. പക്ഷേ സിറ്റി മോഡ്സിലേക്കും സ്പോർട്സിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല പെർഫോമൻസ് ആണ്. സിറ്റിയിലുപരി സ്പോർട്സ് ഒരു രക്ഷയില്ല, കിടലാണ് കേട്ടോ. ടെസ്റ്റൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സ്പോർട്സ് മോഡിലൊക്കെ ഒന്ന് ടെസ്റ്റ് എടുക്കാം. അപ്പോൾ ഇനി എന്നായാലും നമുക്ക് ഓവറോൾ ഫ്രണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ളൊരു ഫ്രണ്ടാണ്. കാരണം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിക് ബൈക്കാണോ അല്ലെങ്കിൽ നോർമൽ ഒരു ബൈക്കാണെന്നൊന്നും പെട്ടെന്നൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതുപോലൊരു രീതിയിലുള്ള ഒരു ലുക്കാണ്. പിന്നെ നമ്പർ പ്ലേറ്റ് കാണുമ്പോഴത്തേക്കും അറിയാമല്ലോ. അപ്പോൾ എന്നാലും ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു LED ലൈറ്റ്സ്, നല്ല രസമുള്ളൊരു LED ലൈറ്റ്സ് നമുക്ക് കാണാം. നോക്കിയേ, അതും ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു പോർഷനൊക്കെ ആണെങ്കിൽ ഫൈബർ പാർട്ടൊക്കെ ആണെങ്കിലും ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഒരു ഫേസ്, നമ്മളെ നോക്കുന്ന ഒരു ഫേസ് ഉള്ള രീതിയിലുള്ള ഡിസൈനാണ്. ഫ്രണ്ടിലെ സസ്പെൻഷൻ സൈഡ് നോക്കുമ്പോഴത്തേക്കും ഹൈഡ്രോളിക് ടെലിസ്കോപ്പിക് ഫോക്ക് കാണാം, ക്വാളിറ്റി 1 ആണ്. അതേപോലെ തന്നെ ഡിസ്പ്ലേക്കാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടും റെയറും. ഫ്രണ്ട് ഡിസ്ക് നോക്കുമ്പോഴത്തേക്കും 267 mm ഡയമീറ്റർ ഉണ്ട്. അതേപോലെ റിയർ സൈഡ് 220 mm ഉള്ള ഡിസ്ക് ആണ് കാണുന്നത്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് കോംബി ബ്രേക്ക് സിസ്റ്റമാണ്. അലോയ് വീൽസ്, ട്യൂബ്ലെസ് ടയർസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ടോപ്പ് സ്പീഡ് 105 ഒക്കെയാണ് കേട്ടോ. അപ്പം ഇലക്ട്രിക് ബൈക്സിൻ്റെ ഒക്കെ കേസ് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റായിട്ടുള്ളൊരു നല്ലൊരു സ്പീഡ് കിട്ടുന്നൊരു മോഡലൂടെയാണിത്. അപ്പം ബ്രേക്കിംഗ് വരുമ്പോഴത്തേക്കും ബ്രേക്കിംഗ് ഒക്കെ നമുക്ക് അത്യാവശ്യം ഫാസ്റ്റായിട്ട് വന്നിട്ടൊന്ന് പിടിച്ചാൽ കൂടെ വളരെ ബ്രേക്കിംഗ് ഒക്കെ പക്കയാണ്. കോംബി ബ്രേക്കിൻ്റെ സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ട് നൈസാണ്. പിന്നെ നമുക്ക് അടുത്തൊരു പോർഷൻ നോക്കുമ്പോഴത്തേക്കും അടുത്തത് ഹാൻഡിൽ ബാറും ഈ ഒരു ഭാഗങ്ങൾ കാണിക്കാം. അതിന് മുന്നേ നമുക്ക് റിയർ ഭാഗം ഒന്ന് കവർ ചെയ്യാം. റിയറിലേക്ക് വരുമ്പോഴത്തേക്കും സീറ്റിംഗ് കംഫർട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു നേക്കഡ് ബൈക്കിൻ്റെ ഒരു ഫീലിലുള്ള ഒരു റൈഡിംഗ് പൊസിഷനാണ്. അതുപോലെയാണ് നമുക്ക് ടാങ്കിനോട് ഹഗ് ചെയ്തിട്ടുള്ളൊരു റൈഡിംഗ് പൊസിഷൻ തന്നെയാണ് ഇരിക്കുന്നത്. ഹാൻഡിൽ ബാറൊക്കെ ആണെങ്കിലും വൈഡ് ആയതുകൊണ്ട് തന്നെ ഹാൻഡ്ലിംഗ് ഒക്കെ രസമാണ്. പിന്നെ ഒടിവ് കുറച്ച് കൂടുതലുണ്ട്. അത് നമുക്ക് ഈ ഒരു ഫ്രണ്ടിലേക്കുള്ള ഈ ഒരു ഭാഗങ്ങളൊക്കെ കുറച്ച് ഇറങ്ങിയിരിക്കുന്ന ഡിസൈൻ ആയതുകൊണ്ടാവാം ഒടിവ് കുറച്ച് കൂടുതലുണ്ട്. റിയർ പില്ലിയൻ സീറ്റൊക്കെ കംഫർട്ടബിൾ ആണ്. ഇവിടെ ഒരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്, അതും സ്ട്രോങ് ആണ്. ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള ടെയിൽ ലാമ്പ് കാണാം. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു സാരി ഗാർഡൊക്കെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ ഒരു ബൈക്കിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഇതിൻ്റെ ചാർജിങ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇതിലൊരു മാഗ്നറ്റ് സപ്പോർട്ടോട് കൂടിയിട്ടാണ് കണ്ടോ, ഈ ഒരു മാഗ്നറ്റ് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഈ ഒരു പോർഷൻ ഓപ്പൺ ചെയ്യുന്നത്. അവിടെ നമുക്ക് ചാർജിങ് ഓപ്ഷൻ കാണാം. അപ്പോൾ ഇവരുടെ ആദ്യം ഇറങ്ങിയിട്ടൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയൊരു ചാർജിങ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് ഇപ്പം ഫാസ്റ്റ് ചാർജിങ്ങും എല്ലാ ചാർജിങ്ങും ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ ഈ ബൈക്കിൽ രസമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെറിയൊരു, അതായത് ഈ നമ്മളിപ്പം നോർമൽ ബൈക്കാണെങ്കിൽ പെട്രോൾ അടിക്കുന്ന ഒരു ഭാഗം, ടാങ്കിൻ്റെ ഭാഗം, അവിടെ ഈ ഒരു ഭാഗം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഭാഗത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ വെഹിക്കിൾ ഓഫ് ആയിരിക്കണം, ജസ്റ്റ് ഈ കീയിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അൺലോക്ക് ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചാർജർ വെക്കാം, അതിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും പേപ്പേഴ്സോ എന്തെങ്കിലും വെക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ചാർജിങ്, മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും വളരെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഈ ഒരു ഭാഗം ഫൈബർ പാർട്ടാണ്, അത്യാവശ്യം ക്വാളിറ്റിയിലുള്ളൊരു പാർട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കണ്ടോ ആ ഒരു ഡിസൈൻ ഒക്കെ നല്ല രസമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഫ്രണ്ടിലായിട്ട് ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട് ടോക്ക് മോട്ടോഴ്സിൻ്റെ. അങ്ങനെയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അടുത്തത് ഡിസ്പ്ലേ നോക്കാം. അടുത്ത നമുക്ക് മെയിൻ ഭാഗം ഹാൻഡിൽ ബാർ ഞാൻ ഓൾറെഡി പറഞ്ഞു, അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ളൊരു ഹാൻഡിൽ ബാറാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ഫ്രണ്ട്ലി ആണ്. പിന്നെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ടെസ്റ്റ് എടുത്ത സമയത്ത് നമ്മൾ അത്യാവശ്യം മോശം റോഡുണ്ടല്ലോ, കട്ടറുള്ള സൈഡിലൂടെയൊക്കെ പോയി ഓടിച്ചു നോക്കിയായിരുന്നു. അങ്ങനെയൊക്കെ നോക്കിയപ്പോഴാണെങ്കിലും കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇവിടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ക്ലസ്റ്റർ സൈഡ് നോക്കാം. ജസ്റ്റ് കീ ഓൺ ചെയ്യാം. കീ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ കീയുടെ ഈ ഒരു ഭാഗത്ത് തന്നെ കണ്ടോ ടാങ്ക് ഓപ്പണിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ലോക്ക് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാം. ഡിസ്പ്ലേ ഭയങ്കര നീറ്റായിട്ടുള്ള ചെറിയൊരു ഡിസ്പ്ലേ ആണ് കാണുന്നത്. അതിൽ തന്നെ ടെമ്പറേച്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ഫോർ സേഫ്റ്റി, റേഞ്ച്, ഓരോ മോഡ്സിലുമുള്ള റേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട്. ടോട്ടൽ കിലോമീറ്റർ ഓടി, ട്രിപ്പ് എ ട്രിപ്പ് ബി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സമയം, അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ഹെൽമെറ്റിൻ്റെ ഒരു സിമ്പിളും കേട്ടോ, ഫോർ സേഫ്റ്റി ഹെൽമെറ്റ് വെക്കാൻ വേണ്ടി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആവാം മേ ബി. അപ്പോൾ ട്രിപ്പ് എ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചേഞ്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഹാൻഡിൽ ബാർ വരുമ്പോഴത്തേക്കും കിൽ സ്വിച്ച് എന്ന് പറയില്ല, കിൽ സ്വിച്ച് വരുമ്പോൾ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മളിപ്പോൾ വെഹിക്കിൾ സ്റ്റാൻഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഓൺ ചെയ്യുമ്പോൾ വെഹിക്കിൾ ഓൺ ആണെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കാണും, 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം വെഹിക്കിൾ ഓൺ ആണെന്നുള്ളത് കേട്ടോ. അതേപോലെ മോഡ്സ് ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പം ഈ ഒരു റൈറ്റ് സൈഡിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സ്വിച്ചസാണ് ഞാൻ ഈ കാണുന്നത് കേട്ടോ. കാരണം വെച്ചാൽ സാധാരണ നമ്മളിങ്ങനെ ചെറിയ ചെറിയ നോബ്സോ എന്തെങ്കിലും ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും. ഇവർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലായിട്ടൊരു ഹസാർഡ് ഓപ്ഷൻ ഉണ്ട്, 4 ഇൻഡിക്കേറ്ററും ബ്ലിങ്ക് ചെയ്യുമല്ലോ.
ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് എക്കോ മോഡ്, സിറ്റി മോഡ്, സ്പോർട്സ് മോഡ്, അങ്ങനെ 3 മോഡ്സാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഞെക്കി കഴിഞ്ഞാൽ ആവത്തില്ല. പകരം ഇപ്പോൾ ഞാൻ സ്പോർട്സ് മോഡിലേക്ക് ഇടുവാണെങ്കിൽ സ്പോർട്സിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മാത്രമേ സ്പോർട്സ് മോഡ് ആകത്തുള്ളൂ. കണ്ടോ, ഡിസ്പ്ലേയിൽ ഇപ്പോൾ ചേഞ്ച് വന്നു, സ്പോർട്സ് മോഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒന്നുകൂടെ എക്കോയിലേക്ക് വരുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് എക്കോയിൽ ഞെക്കിയിട്ട് ഒന്ന് ഓക്കെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ നടുക്കുള്ള ബട്ടൺ ഞെക്കിയാൽ മാത്രമേ എക്കോയിലേക്ക് മാറത്തുള്ളൂ. അതുപോലെ തന്നെ സിറ്റി. പിന്നെ എക്കോ പ്ലസ് മോഡ് ലോങ് പ്രസ് നമ്മളിവിടെ കൊടുത്തിട്ട് ഒരു ലോങ് പ്രസ് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ എക്കോ പ്ലസിലേക്ക് ആവുന്നുണ്ട്. പിന്നെ റിവേഴ്സ് മോഡുണ്ട്. റിവേഴ്സ് മോഡ് വരുമ്പോഴത്തേക്കും ഒരു 5 km/h ആ ഒരു സ്പീഡിലേക്ക് റിവേഴ്സിലേക്ക് നമുക്കിതിൽ ലോങ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് മോഡും ആവുന്നുണ്ട്. അങ്ങനെ വേണ്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലസ്റ്ററിലെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കൂടാതെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ കുറേ കാര്യങ്ങൾ ആഡ് ഓൺ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ജിയോ ഫെൻസിങ്, ആൻറ്റി തെഫ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, വെഹിക്കിളിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ ഒരു ആപ്ലിക്കേഷൻ സപ്പോർട്ടോടെ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നാലും ഈ ഒരു ടോക്ക് മോട്ടോഴ്സിൻ്റെ ഇപ്പോൾ ഈ ഒരു വെഹിക്കിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ 2022 ലോഞ്ചായി നമ്മുടെ കയ്യിലേക്ക് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിലേക്ക് ഇപ്പോഴാണ് എല്ലാവരിലേക്കും ഈ ഒരു വെഹിക്കിൾ ഇപ്പോൾ എത്തുന്നത്. അപ്പം ഇത് ഓവറോൾ ഇപ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടോക്ക് മോട്ടോഴ്സിൻ്റെ ജസ്റ്റ് ഒരു ഹിസ്റ്ററിയും കൂടെ പറയാം. ശരിക്കും 2009 ഇതിൻ്റെ ഓണറായിട്ടുള്ള കപിൽ ഷെൽക്കെ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണ് ഈ ഒരു ടോക്ക് മോട്ടോഴ്സിൻ്റെ ഒരു തുടക്കം. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഇലക്ട്രിക് ബൈക്ക് നിർമ്മിക്കുകയും ആ ഒരു ബൈക്ക് കൊണ്ട് ഒരു റേസ് ട്രാക്കിൽ, അതായത് ഐൽ ഓഫ് മാൻ TT ട്രാക്ക് 2009 പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കുറേ കടമ്പകളൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് ഒരു ഇലക്ട്രിക് ബൈക്ക് കൊണ്ട് ഇറങ്ങുമായിരുന്നു. അതിൽ സെക്കൻഡ് റണ്ണറപ്പ് ആവുകയും അതിനുശേഷം ഇതിൻ്റെ പോരായ്മകളൊക്കെ പഠിച്ച് 2010 അദ്ദേഹം വീണ്ടും ട്രാക്കിൽ ഇറങ്ങി ഒരു ഫസ്റ്റ് പൊസിഷനിലേക്ക് ആ ഒരു ഇലക്ട്രിക് ബൈക്ക് വെച്ചിട്ട് ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പഠനശേഷം കുറേ കാലത്ത്, ഇപ്പോൾ ഏകദേശം എത്ര വർഷമായി, ഇപ്പോൾ 2024 ആയപ്പോഴത്തേക്കും അദ്ദേഹം ഫുൾ ഫ്ലെഡ്ജിലേക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ടോക്ക് മോട്ടോഴ്സിൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത് 44ാമത്തെ ഷോറൂമാണ് കേട്ടോ. അപ്പോൾ എന്നാലും ഇതിൻ്റെ പ്ലാന്റ് കാര്യങ്ങളൊക്കെ പുനെയിലാണ്, ഞാൻ ഇൻട്രോ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയൊക്കെയാണ്. ഇനി നമുക്കിതിൻ്റെ പ്രൈസിങ്ങും മറ്റു കുറച്ച് കാര്യങ്ങളോട് നോക്കാം. അപ്പോൾ ഈ ഒരു ക്രെട്ടോസ് Rൻ്റെ പ്രൈസിങ് നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഓൺ റോഡ് വരുമ്പോഴത്തേക്കും 1,81,900 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് കേട്ടോ. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ഞാൻ നമ്മുടെ ടോക്ക് മോട്ടോഴ്സ് വേണ്ടതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ആകാശമുണ്ട്, ഇതിൻ്റെ സർവീസ് ടെക്നീഷ്യനാണ്. അപ്പോൾ എന്തായാലും സർവീസ് കാര്യം അറിയണ്ടേ, കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ള ബൈക്കാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അപ്പോൾ എന്നൊക്കെയാണ് ആകാശം ഇതിൻ്റെ സർവീസ് കാര്യങ്ങൾ? സർവീസ് എന്ന് പറയുമ്പോൾ നോർമൽ ബൈക്കിനെക്കാട്ടി കുറവാണ് സർവീസ്. ഓക്കെ, എമൗണ്ടും കുറവായിരിക്കും. ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ, സർവീസ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് സർവീസ് പറയുമ്പോൾ 1000 കിലോമീറ്ററും അല്ലെങ്കിൽ 30 ഡേയ്സാണ് പറയുന്നത്, കമ്പനി അലോട് പറയുന്നത്. സെക്കൻഡ് സർവീസ് പറയുമ്പോൾ 3000 കിലോമീറ്ററും 3 മന്ത്സുമാണ് പറയുന്നത്. തേർഡ് സർവീസ് 6000 കിലോമീറ്ററും 6 മന്താണ് പറയുന്നത്. നോർമൽ ബ്രേക്ക് പാഡ് മാത്രമേ ചെക്ക് ചെയ്യാറുള്ളൂ? ഞാൻ ഇതിൽ അഡ്വാൻറ്റേജ് ഓരോ സർവീസിലും നമ്മൾ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണം, പിന്നെ നമ്മൾ ലൂബ് ചെയ്യണം, ചെയിൻ ലൂബ് ചെയ്യണം, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. സാധാരണ നമ്മൾ ഇലക്ട്രിക് ബൈക്സിലൊക്കെ അങ്ങനത്തെ ഒരു കാര്യം കണ്ടിട്ടില്ല. ഇതിനൊക്കെ പുറമെ ഇതിൽ ടർട്ടിൽ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ടല്ലേ? ഓക്കെ, അത് ഞാൻ റിവ്യൂ എടുത്ത സമയത്ത് ശ്രദ്ധിച്ചില്ല, പിന്നെ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അത് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ? അതെന്ന് വെച്ചാൽ നമുക്ക് ടയർ പഞ്ചറായി കഴിഞ്ഞാൽ നമ്മൾ തള്ളേണ്ട ഒരു അവസ്ഥ വരുമല്ലോ, അത് നമുക്ക് ഒഴിവാക്കാം. ജസ്റ്റ് ബാലൻസ് ചെയ്താൽ മതി. ഹാൻഡിൽ ജസ്റ്റ് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കത് വണ്ടി ഒന്ന് മൂവ് ആയിക്കോളൂ. 3 കിലോമീറ്റർ സ്പീഡിൽ പയ്യെ മൂവ് ആയിക്കോളൂ, നമുക്ക് ഫ്രീ ആയിട്ട് നടക്കുകയും ചെയ്യാം. ജസ്റ്റ് നമുക്ക് സ്വിച്ചിൽ തന്നെ ആഡ് ഓൺ കൊടുത്താൽ മതി, അതോ മതിയാവും? ഓക്കെ, പ്രത്യേകിച്ച് തള്ളേണ്ട ആവശ്യം വരുന്നില്ല. വേണ്ട. ഓക്കെ. അതേപോലെ അറിയേണ്ട ഒരു കാര്യമാണ് വെഹിക്കിളിൻ്റെ വാറണ്ടി എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട്? വാറണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഇയേഴ്സും 40,000 കിലോമീറ്ററാണ് വരുന്നത്. ഓക്കെ. പിന്നെ അഡീഷണൽ വാറണ്ടി ആണെങ്കിൽ 2 ഇയേഴ്സും 20,000 കിലോമീറ്ററാണ്. ഓക്കെ, ടോട്ടൽ ഒരു 60,000 കിലോമീറ്ററോളം വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ആകേഷ്. അപ്പോൾ ടോക്ക് മോട്ടോഴ്സിൻ്റെ ക്രെട്ടോസ് R എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇപ്പോൾ ഷെയർ ചെയ്തു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇലക്ട്രിക് ബൈക്സിൻ്റെ ആ ഒരു ശ്രേണിയിലേക്ക് എന്തായാലും പുതിയൊരു മോഡലൂടെ ഇപ്പോൾ ആഡ് ഓൺ ആയിക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ട്രിവാൻഡ്രത്തെ ടോക്ക് മോട്ടോഴ്സിൻ്റെ നമ്പർ, ഡീലർഷിപ്പിൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിനെ പറ്റിയുള്ള ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.